നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഊബർ, ഓല സർവീസുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ ടാക്സികൾ വാടകയ്ക്ക് ലഭ്യമാകുന്ന കേരള സവാരി ഇന്നു മുതൽ വീണ്ടും എത്തുകയാണ്. കേരള സർക്കാരിന്റെ പിന്തുണയുള്ള മൊബൈൽ ആപ്പായ കേരള സവാരി ഇന്നു മുതൽ പുതിയ രൂപത്തിലാണ് വീണ്ടും എത്തുന്നത്. ബാംഗ്ലൂരിലെ വളരെ ജനപ്രിയമായ നമ്മയാത്രി ആപ്പിന്റെ പിന്തുണയോടെയാണ് കേരള സവാരി പരിഷ്കരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗതാഗത തൊഴിൽ വകുപ്പുകളുടെ പിന്തുണയോടെയാണ് ആപ്പ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. ഊബർ, ഓല തുടങ്ങിയവയെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കുകളായിരിക്കും ഈ സേവനത്തിന് ഈടാക്കുക. ആപ്പ് ഉപയോഗിക്കുന്ന യാത്രക്കാരിൽ നിന്ന് സർക്കാർ നിശ്ചയിച്ച നിരക്കുകൾ മാത്രമായിരിക്കും ഈടാക്കുന്നത്. ഡ്രൈവർമാരിൽ നിന്ന് ഒരു കമ്മീഷനും സവാരി ഈടാക്കുന്നതല്ല. ആപ്പ് ഉണ്ടെങ്കിൽ ഓട്ടോയിൽ മാത്രമല്ല മെട്രോ ട്രെയിനിലും കയറാവുന്നതാണ്. കാർ, KSRTC, വാട്ടർ മെട്രോ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലേക്ക് ബുക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനുമുള്ള സംവിധാനവും ഇതിലുണ്ടാകും. ഇന്നു മുതൽ പുതിയ ആപ്പ് പ്രവർത്തനക്ഷമമാകുമെങ്കിലും ഔദ്യോഗികമായി പിന്നീട് ലോഞ്ച് ചെയ്യാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും സേവനങ്ങൾ ലഭ്യമാകും. സർക്കാർ നിശ്ചയിച്ച നിരക്കാണ് വാടകയായി യാത്രക്കാർ നൽകേണ്ടത്. യാത്രയുമായി മറ്റും ബന്ധപ്പെട്ട പരാതികൾ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. സുരക്ഷയിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലെ പ്രീപെയ്ഡ് കൗണ്ടറിലെ വാഹനങ്ങളിൽ QR കോഡ് പതിപ്പിക്കും. ഇവ സ്കാൻ ചെയ്ത് വേണ്ട വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകാവുന്നതാണ്. ഡൽഹി, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ കേരള സവാരി ഉപയോഗിച്ച് റൈഡ് ബുക്ക് ചെയ്യാനും സാധിക്കും. 2022 കേരള സവാരി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചെങ്കിലും സോഫ്റ്റ്വെയർ തകരാറുകൾ ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ സേവനം തടസ്സപ്പെടുന്ന അവസ്ഥയായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ മെച്ചപ്പെടുത്തി ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്.